ഈ മുറത്തിൽ ഇലയിട്ടിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? പറമ്പിലോട്ട്. അവിടെ നിന്ന് ചെറിയമ്മ വിളിച്ചു പറഞ്ഞു, ദേ അച്ചുവേ ഓടിവായോ നിറയെ അരിക്കൂണുണ്ടാക്കി നിൽക്കുന്നു എന്ന്. അരിക്കൂണെന്ന് വെച്ചാൽ നമുക്ക് ഉപ്പേരി വെക്കാൻ പറ്റും. ഞാൻ രണ്ടാമത് പോയി കത്രിക എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത്. കാരണം നമ്മൾ ഈ അരിക്കൂണ് പറിക്കുമ്പോൾ അവൻ്റെ ചുവട്ടിൽ മണ്ണുണ്ടാവും. അത് കട്ട് ചെയ്ത് അപ്പം കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ നിറയെ മണ്ണാവും. അപ്പോൾ നമുക്ക് പിന്നെ കഴുകിയൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കറി വെച്ച് കഴിയുമ്പോൾ അതിൽ മണ്ണ് കടിക്കുകയും ചെയ്യും. എന്ത് ടേസ്റ്റാണെന്നറിയോ? നിങ്ങൾ കണ്ടോ? മുട്ടൻ കണ്ണ് മുളപ്പിച്ച് അതിൻ്റെ സൈഡിൽ നിൽക്കുന്നത് ആരാന്ന്? നമ്മുടെ ചെറുതണം. അവനെ മുട്ടിയാൽ കൈയൊക്കെ ചൊറിഞ്ഞ് നാശമാവും. ഓൾറെഡി എൻ്റെ കൈ മുട്ടിയിട്ടോ, ചൊറിഞ്ഞിട്ട് എനിക്ക് വയ്യ, നല്ല ചൊറിച്ചിലുണ്ട് കൈക്ക്. എന്നാലും ഇതിനെല്ലാം സൂക്ഷിച്ച് ഞാൻ പറിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ചുവട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളെ മുറത്തിലോട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. നല്ല മുല്ലപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. ഇത് നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഉണ്ടാവുമോ അറിയില്ല കേട്ടോ. ഗ്രാമങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവാറ്. നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് കുറേ പ്രാവശ്യം കഴുകിയിട്ട് അത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പാചകമൊക്കെ എൻ്റെ സെക്ഷനല്ല, അതെല്ലാം നമ്മുടെ തങ്കു നല്ല രുചിയോടുകൂടി ഉണ്ടാക്കി തരും. ഇവിടെ എന്തോരം ഇലക്കറികൾ വെക്കുമെന്നറിയോ? ഒരുപാട് ഇല, വാഴച്ചുണ്ട്, കൂമ്പ്, പിണ്ടി, അങ്ങനെ ഒരുപാട് മണിത്തക്കാളി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കഴിക്കാൻ കിട്ടും. ഒരിക്കലും നമുക്ക് പട്ടണങ്ങളിൽ അത് ലഭിക്കാറേ ഇല്ല. ഈ ഗ്രാമാന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയാണ് ഇതൊക്കെ. ഈ അരിക്കൂണൊക്കെ ചൂട് കുത്തിരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് രുചിയാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദേ ചെറിയമ്മയാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്. ചെറിയമ്മ അവിടെ നിൽപ്പുണ്ട്. വീഡിയോ എടുക്കുന്നൊന്നും ആൾക്കറിയില്ല. ദാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ മുല്ലപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ നമ്മുടെ അരിക്കൂണ് ഒരു മുറ നിറയെ ഉണ്ട്. ഇവന്മാരെ ഇനിയും വൃത്തിയായിട്ട് കഴുകി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി പിന്നെയും കഴുകി നന്നായിട്ട് അഴുക്കൊക്കെ കളഞ്ഞിട്ട് നല്ല ഉപ്പേരി ഉണ്ടാക്കി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ